തനിമയിലേക്ക് എന്ന കൂട്ടായ്മ ഏവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഒരു വെള്ളിയാഴ്ചയാണല്ലോ. വെള്ളിയാഴ്ച എന്ന് പറയുന്നത് സൃഷ്ടിയിൽ 6-ാം ദിവസം, അതായത് 6-ാം ദിവസമാണ് ദൈവം മനുഷ്യനെ ഈ ലോകത്തിൽ സൃഷ്ടിച്ച് ആക്കിയത്. മറ്റൊരു 6-ാം ദിവസം വെള്ളിയാഴ്ചയാണ് പാപം ചെയ്ത് ദൈവത്തിൽ നിന്നും അകന്നുപോയ മനുഷ്യനെ ദൈവത്തോട് അടുപ്പിക്കുവാനായി, നഷ്ടപ്പെട്ടു പോകാതെ ദൈവത്തോട് അടുപ്പിക്കുവാനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തു കാൽവറിയിൽ യാഗമായി തീർന്നത്. ഈ ദിവസം ഒരു പ്രത്യേക ദിവസമായി, അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസമായി നമുക്ക് തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സദൃശവാക്യം 20-ാം അധ്യായം 9-ാമത്തെ വാക്യം: ഞാൻ എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ച് പാപം ഒഴിഞ്ഞ് നിർമ്മലനായിരിക്കുന്നുവെന്ന് ആർക്ക് പറയാം? ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യം ഇതാണ്. ദൈവം തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലുമാണല്ലോ നമ്മെയെല്ലാം സൃഷ്ടിച്ചത്. എന്നാൽ ദൈവത്തിൻ്റെ കൽപ്പനയെ ലംഘിച്ച് സാത്താൻ്റെ പ്രലോഭനത്തിൽ അകപ്പെട്ട മനുഷ്യൻ തൻ്റെ ജീവിതം കൂടുതൽ ശുഭകരമായി തീരും എന്നുള്ള പ്രതീക്ഷയിൽ അവൻ പാപം ചെയ്തു. സാത്താൻ അവരെ പ്രലോഭിപ്പിച്ചത്, നിങ്ങൾ ഈ പഴം തിന്നാൽ ദൈവത്തെ പോലെയാകും. അതായിരുന്നു അവരുടെ ആഗ്രഹം. സ്വപ്രയത്നത്താൽ ദൈവത്തെ പോലെ ആകുക, അല്ലെങ്കിൽ സ്വന്തം പ്രയത്നത്താൽ മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠർ ആകുക. എന്നാൽ ദൈവം മനുഷ്യനെ നോക്കുമ്പോൾ എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരെ തീരുന്നു. മനുഷ്യൻ പുറമേയുള്ളത് നോക്കുമ്പോൾ ദൈവം നമ്മെ നോക്കുന്നത് നമ്മുടെ അകമേയുള്ളതാണ്. പുറമേയുള്ള സൗന്ദര്യമോ ശാരീരിക ബലമോ നമ്മുടെ കഴിവുകളോ ഒന്നുമല്ല ദൈവം നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. ഹൃദയശുദ്ധിയെയാണ് ദൈവം നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ ബാഹ്യമായ നേട്ടങ്ങളെ ദൈവത്തിന് ആവശ്യമില്ല. എന്നാൽ മാനസാന്തരപ്പെട്ട് അനുതപിച്ച് ശുദ്ധീകരണം പ്രാപിച്ച ഹൃദയത്തെ ദൈവത്തിന് ആവശ്യമാകുന്നു. അവരെ കൊണ്ടാകുന്നു ദൈവം ഈ ലോകത്തെ ഇളക്കി മറിച്ചത്. ആദിമ സഭയിൽ നമ്മൾ നോക്കുമ്പോൾ അപ്പോസ്തലരെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ പെന്തക്കോസ്ത് ദിനത്തിൽ അവർ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ചെയ്യുമ്പോൾ ഇവർ പഠിപ്പില്ലാത്തവരും സാമാന്യ ജനവുമാണ്. അവരെയാണ് ദൈവം എടുത്ത് ഉപയോഗിച്ചത്. പക്ഷേ അവർക്കൊരു വ്യത്യാസമുണ്ടായിരുന്നു. അവരുടെ ഇടയിൽ ഒരുമയുണ്ടായിരുന്നു, അവരുടെ ഇടയിൽ പങ്കിടിയിലുണ്ടായിരുന്നു, അവരുടെ ഇടയിൽ മുട്ടുള്ളവൻ ആരുമില്ലായിരുന്നു. എല്ലാവരും ഒരുപോലെ കണക്കാക്കപ്പെട്ടു. ഹൃദയശുദ്ധിയോടെ ദൈവം നമ്മുടെ നടുവിലുണ്ട് എന്നുള്ള ബോധ്യത്തോടെ ജീവിച്ച ഒരു സമൂഹത്തിൻ്റെ മധ്യത്തിൽ ദൈവം ഇറങ്ങി വന്നു. അവിടെ ദൈവത്തിൻ്റെ വീര്യപ്രവൃത്തികൾ സാമാന്യ ജനത്തെ കൊണ്ട്, പഠിപ്പില്ലാത്തവരെ കൊണ്ട് ദൈവം ചെയ്യിച്ചു. എക്കാലത്തും മനുഷ്യൻ ആരും തങ്ങളെ കുറ്റപ്പെടുത്തുവാൻ താല്പര്യപ്പെടുന്നില്ല. എല്ലാവരുടെയും മുൻപിൽ നല്ലവരെന്ന് അഭിനയിക്കുവാനും നല്ലവരെന്നും മിടുക്കരെന്നും കേൾക്കപ്പെടുവാനുമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതിനുള്ള പല വഴികളും ഉപാധികളും മനുഷ്യൻ കണ്ടെത്തുവാൻ ശ്രമിക്കുന്നു. എന്നാൽ ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത് നമ്മുടെ ഹൃദയശുദ്ധിയാണ്. ശുദ്ധ ഹൃദയത്തോടെ ഈ ലോകത്തിൽ ജീവിക്കുവാൻ ആർക്കും കഴിയില്ല. കാരണം അന്ധകാരം നിറഞ്ഞൊരു ലോകത്തിലാണ്, ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്ന ഒരു ലോകത്തിലാണ് എല്ലാവരും ജീവിക്കുന്നത്.
എൻ്റെ അമ്മയുടെ ഉദരത്തിൽ മെടഞ്ഞപ്പോൾ ദാവീദ് പറയുകയാണ്, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. അന്നു മുതൽ അമ്മ എന്നെ ഗർഭം ധരിച്ചപ്പോൾ മുതൽ പാപത്തിൽ മുഴുകിയ ഒരു ജീവിതമാണ് ഓരോ മനുഷ്യനും ഈ ലോകത്തിൽ കാഴ്ചവെക്കുന്നത്. അവരുടെ ഇടയിൽ നിന്നും വിശുദ്ധരെ എഴുന്നേൽപ്പിക്കുവാൻ ദൈവത്തിന് കഴിയും. എപ്പോൾ? എങ്ങനെ? തങ്ങളുടെ പാപത്തെക്കുറിച്ച് ബോധ്യമുള്ളവരായി അനുതപിക്കുന്ന ഏതൊരു പാപിയെക്കുറിച്ചും സ്വർഗത്തിൽ സന്തോഷമുണ്ടാകുന്നു. അനുതാപമാണ് ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നതെന്ന് നമുക്ക് ഓർക്കാം. ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്ന ഒരു വിശുദ്ധ ജീവിതമാണ്, ഹൃദയശുദ്ധിയാണ്. ഹൃദയശുദ്ധിയുള്ളവർക്ക് ദൈവത്തെ കാണാൻ കഴിയുമെന്നാണ് കർത്താവ് പറഞ്ഞത്. ഹൃദയശുദ്ധി ഇല്ലാതെ, ഹൃദയ കണ്ണുകൊണ്ട് മാത്രമാണല്ലോ ദൈവത്തെ കാണുന്നത്, ബാഹ്യ കണ്ണുകൊണ്ട് ദൈവത്തെ കാണുവാൻ കഴിയുകയില്ല. ഹൃദയശുദ്ധിയില്ലാതെ വിശുദ്ധനായ ദൈവത്തെ കാണുവാൻ നമുക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് ഹൃദയശുദ്ധി അനുനിമിഷം പ്രാപിക്കുകയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് എന്ന് ദൈവവചനം നമ്മളെ ഓർപ്പിക്കുക. ഈ ഹൃദയശുദ്ധി നമുക്ക് എങ്ങനെ പ്രാപിക്കുവാനായിട്ട് കഴിയും? അന്ത്യ വേളയിൽ കർത്താവ് ശിഷ്യന്മാരുടെ പാദം കഴുകുമ്പോൾ പത്രോസ് അപ്പോസ്തലൻ പറയുന്നു, എൻ്റെ പാദം മാത്രമല്ല കയ്യും തലയും കൂടെ കഴുകണമേ എന്ന് കർത്താവിനോട് അപേക്ഷിക്കുമ്പോൾ കർത്താവ് പറയുന്നു, വേണ്ട, കുളിച്ചിരിക്കുന്നവന് പാദം മാത്രം കഴുകിയാൽ മതി. കുളിച്ചവനാണ്, അവൻ കർത്താവിൻ്റെ കൂടെ നടക്കുന്നവനാണ്. കുളിച്ച് നടക്കുന്നവനും ചെളി നിറഞ്ഞ മണ്ണിൽ കൂടിയാണ് നടക്കുന്നത്. അതുകൊണ്ട് അവൻ്റെ പാദം അഴുക്കായിത്തീരുന്നു. അതുകൊണ്ട് കർത്താവ് അവൻ്റെ പാദം കഴുകുന്നതായിട്ട് നമ്മൾ കാണുന്നു. നാം എത്രമാത്രം വിശുദ്ധരായി ജീവിക്കുന്നു എന്ന് അഭിമാനിച്ചാലും നമുക്ക് ഓർക്കുവാനുള്ളൊരു സത്യം, ഒരു പാപലോകത്തിൽ കൂടിയാണ് നാം അനുനിമിഷം സഞ്ചരിക്കുന്നത് എന്ന്. അതുകൊണ്ട് നമുക്ക് വിശുദ്ധിയുടെ പടവുകളിലേക്ക് നമുക്ക് കയറേണ്ടിയിരിക്കുന്നു. അത് എങ്ങനെയാണ് സാധിക്കുന്നത്? മാനസാന്തരപ്പെടുക, പാപത്തെക്കുറിച്ച് ബോധമുള്ളവരാകുക, അതുമാത്രമാണ്. ദാവീദിൻ്റെ ജീവിതത്തിൽ നാം ശ്രദ്ധിച്ചാൽ ദാവീദിനെക്കുറിച്ച് പൗലോസ് അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായം 22-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ദാവീദ് ദൈവഹിതപ്രകാരമുള്ള മനുഷ്യൻ എന്ന് ദൈവം കണ്ടതായിട്ട് പറയുന്നുണ്ട്. ദൈവം എടുത്ത് ഉപയോഗിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ദാവീദ്. ആ ദാവീദിനെ കുറിച്ച് പറയുന്നു, ദാവീദ് തൻ്റെ കുറ്റത്തെക്കുറിച്ച് തനിക്ക് ബോധമുണ്ടായപ്പോൾ ഏറ്റുപറയുകയാണ്, അയ്യോ, ഞാൻ പാപിയാണ്, ദൈവമേ, നിൻ്റെ ദയക്കൊത്തവണ്ണം എന്നോട് കരുണയുണ്ടാകണമേ എന്നാണ് ദാവീദ് പറയുന്നത്. ഒന്നും അഭിമാനിക്കുവാനില്ല ദൈവസന്നിധിയിൽ. നിൻ്റെ കരുണ മാത്രം അപേക്ഷിച്ചുകൊണ്ട്, ദൈവത്തിൻ്റെ കരുണ മാത്രം അപേക്ഷിച്ചുകൊണ്ട് ദാവീദ് ദൈവസന്നിധിയിൽ ചെല്ലുക. ഒന്നും അവകാശപ്പെടുവാനില്ല, കരുണയ്ക്കായി യാചിക്കുന്ന ഒരു അനുഭവം. ഇത് നാം പലപ്പോഴും ഉദ്ധരിക്കുന്ന ഒരു സങ്കീർത്തനമാണ്, 51-ാം സങ്കീർത്തനം. ദാവീദ് ചെയ്ത പാതകം വലിയൊരു പാതകമാണ്. ആ പാതകത്തെക്കുറിച്ച് ദാവീദ് ദൈവഹിതപ്രകാരമുള്ള മനുഷ്യനെന്ന് ദൈവം തന്നെ സാക്ഷിച്ചുവെങ്കിലും ആ പാപത്തെക്കുറിച്ച്, താൻ ചെയ്തു കൂട്ടിയ പാപത്തെക്കുറിച്ച് ദാവീദിന് ഒട്ടും കുറ്റബോധമില്ലായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഓർക്കുവാനുള്ളത്, നമുക്ക് കുറ്റബോധം ഇല്ല എങ്കിൽ നാം നീതിമാന്മാർ എന്ന് വരിക്കുന്നില്ല. മറിഞ്ഞിരിക്കുന്ന പാപങ്ങളെക്കുറിച്ച് നാം സങ്കീർത്തനത്തിൽ
പഠിക്കുന്നുണ്ട്. മറിഞ്ഞിരിക്കുന്നത് തെറ്റുകളെക്കുറിച്ച് ബോധമുള്ളവരാക്കുവാൻ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം ആവശ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് വന്ന് നമ്മുടെ കുറവുകളെക്കുറിച്ച് നമുക്ക് കാണിച്ചു തരുമ്പോൾ മാത്രമേ നമുക്ക് മറഞ്ഞിരിക്കുന്ന പാപങ്ങളെക്കുറിച്ച് ബോധ്യം വരികയുള്ളൂ. ആരും അറിയാത്ത എത്രയോ പാപങ്ങൾ എല്ലാവരിലും കുടികൊള്ളുന്നു. നമ്മുടെ നിരൂപണങ്ങളെപ്പോലും ന്യായവിധികൾ കണക്കിടുന്ന ഒരു ദൈവത്തിൻ്റെ മുൻപാകെയാണ് നാം നിൽക്കുന്നത്, നാം ജീവിക്കുന്നത്. ന്യായവിധിയെ നമുക്ക് നേരിടുവാനുള്ളതും നമ്മുടെ നിരൂപണങ്ങളെപ്പോലും ന്യായം വിധിക്കുന്ന ഒരു ദൈവത്തിൻ്റെ മുൻപാകെയാണ്. അതുകൊണ്ട് ഭയത്തോടെ നമ്മുടെ ജീവിതം കഴിച്ചു കൂട്ടണമെന്നാണ് പറയുന്നത്, ദൈവവചനം നമ്മോട് ആവശ്യപ്പെടുന്നത്. നാം ഭയപ്പെട്ടാൽ മാത്രമല്ല, നമുക്ക് പ്രത്യാശയ്ക്കുള്ള ഭയമുണ്ട്. ഹൃദയം നുറുങ്ങിയവരെ, മനസ്സ് തകർന്നവരെ രക്ഷിക്കുന്ന ഒരു ദൈവമാണെന്ന് ദാവീദ് മനസ്സിലാക്കി. ദാവീദ് കൊടും പാപിയായിരുന്നു. പക്ഷേ ഹൃദയ നുറുക്കത്തോടെ, മനസ്സിൻ്റെ തകർച്ചയോടെ ദൈവത്തിൻ്റെ അടുക്കൽ ചെന്നപ്പോൾ ദൈവം അവനെ വീണ്ടും പുതിയ മനുഷ്യനാക്കി. മനസ്സ് തകരുക എന്ന് പറയുമ്പോൾ നാം അതുകൊണ്ട് മനസ്സിലാക്കുന്നത്, നമ്മുടെ കയ്യിൽ നിന്നൊരു പാത്രം വീണ പൊട്ടി തകർന്നു പോയി എന്ന് പറയും. അതിനെ വീണ്ടും കൂട്ടിച്ചേർക്കാൻ കഴിയുകയില്ല. നമ്മുടെ കയ്യിലിരിക്കുന്നൊരു കുപ്പിച്ചില്ല, ഒരു കണ്ണാടി താഴെ വീണാൽ അത് തകർന്നു പോയെന്നാണ് നമ്മൾ പറയുന്നത്, പൊട്ടിയെന്നല്ല പറയുന്നത്. അത് തകർന്നു പോയി, കൊച്ചു കൊച്ചു കഷ്ണങ്ങളായി. എത്ര കൊച്ചു കഷ്ണമായിട്ടാണ് തകരുന്നത്. അതിനെ വീണ്ടും കൂട്ടിച്ചേർക്കുവാൻ കഴിയണമെങ്കിൽ മനുഷ്യർക്കാർക്കും സാധ്യമല്ല. ദൈവത്തിന്, നമ്മുടെ സൃഷ്ടാവായ ദൈവത്തിന് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും നമ്മുടെ ഹൃദയത്തെയും തകർന്നു പോയതിനെ കൂട്ടിച്ചേർക്കുവാൻ നമ്മുടെ സൃഷ്ടാവായ ദൈവത്തിൻ്റെ കരങ്ങളിൽ നാം ഫലമേൽപ്പിക്കുക മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. അത് ചെയ്യണമെങ്കിൽ നമ്മുടെ പാപത്തെക്കുറിച്ച് ബോധമുള്ളവരാകണം. നാം പാപത്തെക്കുറിച്ച് ദുഃഖിക്കുന്നവരാകണം. സൽപ്രവൃത്തി ചെയ്യുക എന്നുള്ളത് എല്ലാവരും ഇഷ്ടപ്പെടുന്നൊരു കാര്യമാണ്. സൽപ്രവൃത്തി ചെയ്ത് ജനപ്രീതി നേടുവാൻ നമുക്ക് സാധിക്കും. അപ്പോസ്തല പ്രവൃത്തിയിൽ നാം ഒരു അനന്യാസിനെയും സഫീറയെയും കാണുന്നു. തങ്ങൾക്കുള്ളത് വിറ്റ് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ കാഴ്ചവെക്കുന്ന ജനം അത് കണ്ട് അനന്യാസും സഫീറയും തങ്ങൾക്കുള്ളത് വിറ്റ് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ കാഴ്ചവെക്കുന്നത് അഭിമാനിക്കുന്നു. എന്നാൽ അതിൽ ഒരു പങ്കെടുത്ത് അവരുടെ സ്വകാര്യ ആവശ്യത്തിനായി അവർ മാറ്റിവെക്കുന്നു. ഫലമോ ദൈവം അവരെ കഠിനമായി ശിക്ഷിക്കും. തൽക്ഷണം അവർ മരിച്ചു വീഴുക. ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത് പൂർണ്ണ ഹൃദയത്തോടെയുള്ള സമർപ്പണമാണ്. പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കുക, പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ ശുശ്രൂഷിക്കുക. അതിനകത്ത് സ്വാർത്ഥത ലവലേശമില്ല. ദൈവം നമ്മെ ഉയർത്തുമ്പോൾ നാം ഉയർത്തപ്പെടും. അവൻ നമ്മെ ഉയർത്തുവാൻ തൽപരനാണ്. ദൈവം നമ്മെ ഉയർത്തേണ്ടതിന് അവൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിക്കുവാൻ പത്രോസ് അപ്പോസ്തലൻ നമ്മളെ ഓർപ്പിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ കൈക്കീഴിൽ നമ്മെ സമർപ്പിക്കുക. കാരണം നമ്മുടെ ജീവിതം ആകെ തകർന്നു പോയതാണ്. ഓരോ ദാവീദ് പറയുന്നത് പോലെ, തകർന്നും നുറുങ്ങിയുമുള്ള ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കയില്ല. ദൈവത്തിൻ്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്, ദൈവത്തിന് പ്രസാദമുള്ള യാഗം
തകർക്കപ്പെട്ട മനസ്സാണ്. പാപത്തെക്കുറിച്ച് തകർക്കപ്പെട്ട മനസ്സ്. പുറമെ മനുഷ്യരാരും കാണാത്ത രഹസ്യമായ എത്രയോ പാപങ്ങൾ നമ്മുടെയൊക്കെ ഹൃദയങ്ങളിൽ കുടികൊള്ളുന്നു. ആരും അറിയാത്ത അസൂയ, ആരും അറിയാത്ത മറ്റുള്ളവരെ തോൽപ്പിക്കുവാനുള്ള വ്യഗ്രത, അങ്ങനെ എന്തെല്ലാം നമ്മിൽ കുടികൊള്ളുന്നു. മാനസാന്തരപ്പെടുന്ന പാപിയെ ചൊല്ലി സ്വർഗത്തിൽ സന്തോഷമുണ്ടാകും. നമ്മെ ചൊല്ലി സ്വർഗത്തിൽ സന്തോഷമുണ്ടാകണമെങ്കിൽ നമ്മിൽ മാനസാന്തരം ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഞാൻ തകർക്കപ്പെട്ട ഒരു മനുഷ്യനാണ് എന്ന ദൈവസന്നിധിയെ സമ്മതിക്കുവാൻ നാം ഒരുക്കുമോ? ഞാൻ തകർന്നു പോയിരിക്കുന്ന കർത്താവേ, എൻ്റെ പാപ സ്വഭാവം, എന്നെ മുറുകെ പറ്റുന്ന പാപങ്ങൾ, എത്ര ശ്രമിച്ചാലും വിട്ടുകളയാൻ വയ്യാത്ത എന്തെല്ലാം ദുസ്വഭാവങ്ങൾ എന്നെ കുടികൊള്ളുന്നു. പെട്ടെന്നുള്ള മുഷിഞ്ഞു പോക്ക്, പെട്ടെന്നുള്ള നീരസം, പെട്ടെന്നുള്ള കോപപ്രകടനം, പെട്ടെന്ന് വായിൽ വരുന്ന അരുതാത്ത വാക്കുകൾ, ചിന്തകൾ, മുഷിച്ചിലുകൾ, എന്തെല്ലാം പാപങ്ങളാണ് ദൈവം നമ്മിൽ നോക്കുമ്പോൾ നമ്മിൽ കാണുന്നത്. ഇവ മൂലം തകർക്കപ്പെട്ടു പോയി. നമ്മുടെ ജീവിതം തമ്മിലുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോയി. ബന്ധങ്ങൾ നഷ്ടപ്പെട്ട് പൂർണ്ണമായിട്ട് നഷ്ടപ്പെടുമ്പോഴാണല്ലോ അത് തകരുന്നത്. കൊച്ചു കൊച്ചു കഷ്ണങ്ങളായി ഒരു പാത്രം ഉടഞ്ഞു വീഴുന്നത് പോലെ എൻ്റെ ജീവിതം ഉടഞ്ഞു വീണ് പോയിരിക്കുന്നു. അവയെ കൂട്ടിച്ചേർക്കുവാൻ സൃഷ്ടാവായ വലിയ ശില്പിയായ ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. സ്വർഗീയ ശില്പിയെ, എന്നെ നിനക്ക് യോഗ്യമായ ഒരു പാത്രമാക്കി തീർക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ നമുക്ക് ദൈവത്തെ മുഖാമുഖം കാണുവാൻ കഴിയും. കാരണം മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗത്തിൽ സന്തോഷം ഉണ്ടാകും. മാനസാന്തരപ്പെടുമ്പോൾ മാത്രമേ സ്വർഗത്തിലെ അനുഭവം നമുക്ക് അനുഭവിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. ദൈവത്തിൻ്റെ സന്നിധിയിലെ സന്തോഷ പരിപൂർണത നമുക്ക് അവിടെ മാത്രമേ അനുഭവിക്കുവാൻ സാധിക്കുകയുള്ളൂ. അല്ല എങ്കിൽ നാം വേറെ വേറെ കഷണമായി മാറി നിന്ന് ദുരഭിമാനത്തിൽ കഴിയുക മാത്രമേ നമുക്ക് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. അത് നമ്മെ തൃപ്തിപ്പെടുത്തില്ല. ദുരഭിമാനത്തിൽ കഴിയുന്നതുകൊണ്ട് നാം തൃപ്തരാകുന്നില്ല. എന്നാൽ ഏത് മുറിക്കപ്പെട്ട അവസ്ഥയിലും ദൈവത്തിൻ്റെ സന്നിധിയിൽ, അല്ലെ ദൈവത്തിൻ്റെ കരങ്ങളിലാണെങ്കിൽ പൂർണ്ണ തൃപ്തനായി കഴിയുവാൻ സാധിക്കും. ഇയ്യോബിൻ്റെ ചരിത്രം നമ്മെ അതല്ലേ പഠിപ്പിക്കുന്നത്. ശരീരമാസകലം വ്രണങ്ങളാൽ നിറയപ്പെട്ടു. ഭൗതികമായുള്ള സകലതും തനിക്ക് നഷ്ടപ്പെട്ടു. തൻ്റെ സ്നേഹിതന്മാർ വന്ന് കുത്തിയിരുന്ന് തന്നെ കുറ്റം പറയുക. ഇതിൽ പരം തകരപ്പെടുവാൻ ഇനി എന്താണുള്ളത്? അവിടെയും ഇയ്യോബ് തൻ്റെ അത്തരം കൊണ്ട് പാപം ചെയ്യാതെ ദൈവത്തിൽ നിന്ന് നന്മ പ്രാപിക്കുന്നു. തിന്മയും പ്രാപിക്കരുതോ? ദൈവത്തിൽ നിന്നാണ് ഞാൻ പ്രാപിക്കുന്നത് എന്ന് മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് ദൈവത്തിൽ തൻ്റെ ജീവിതത്തെ സമർപ്പിക്കുന്ന ഒരു അനുഭവം. നാം തകരപ്പെടുമ്പോഴും അത് ദൈവത്തിൻ്റെ കൈകളിലാണെങ്കിൽ നമ്മെ വീണ്ടും മെനയുവാൻ കർത്താവിന് കഴിയും. നമ്മുടെ ജീവിതത്തെ നമ്മെ മെനഞ്ഞ് ശുദ്ധീകരണത്തിൻ്റെ അനുഭവത്തിലേക്ക് നമ്മെ നയിക്കുവാൻ കഴിയുന്ന ദൈവത്തിൽ സമർപ്പിക്കാം.